മലയാളിക്ക് അത്ര പരിചിതമല്ലാത്ത രോഗങ്ങളാണ് ഇപ്പോൾ ദിനം തോറും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടുതലും മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്നവ. പക്ഷിപ്പനി, നിപ്പ, ചെള്ളുപനി, ഇപ്പോഴിതാ പുതിയ വില്ലനായി കുരങ്ങുപനി അഥവാ എംപോക്സും. വവ്വാലുകളിൽ നിന്ന് വന്ന നിപ്പയിൽ തുടങ്ങിയ നിരയിൽ ഒടുക്കമെത്തിയതാണ് കുരങ്ങുപനി. അടുത്ത കാലത്തായി നമ്മളെയൊക്കെ ഭീതിയിലാഴ്ത്തിയ ഈ രോഗങ്ങളുടെയൊക്കെ തുടക്കം മൃഗങ്ങളിൽ നിന്നാണ്. മൃഗങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുകയും പിന്നീട് മനുഷ്യരിലേക്ക് പടരുകയും ചെയ്യുന്ന അണുക്കളിൽ നിന്നാണ് ഈ രോഗങ്ങളുടെയൊക്കെ തുടക്കം. എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്താവും ഇത്തരത്തിൽ രോഗങ്ങൾ വർദ്ധിക്കാൻ കാരണമെന്ന്? മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്കും തിരിച്ചും നേരിട്ടോ അല്ലാതെയോ പകരുന്നവയാണ് ജന്തുജന്യ രോഗങ്ങൾ. ഏകദേശം 250-ലധികം ജന്തുജന്യ രോഗങ്ങളുണ്ട്. സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ രേഖകൾ അനുസരിച്ച് പുതിയതായി തിരിച്ചറിയപ്പെടുന്നവയിൽ 75% രോഗങ്ങളും ജന്തുജന്യമാണ്. പേവിഷബാധ, കുരങ്ങുപനി, എലിപ്പനി, എബോള, പക്ഷിപ്പനി, നിപ്പ, ആന്ത്രാക്സ്, പന്നിപ്പനി, സാൽമണലോസിസ് തുടങ്ങിയവയാണ് ജന്തുജന്യ രോഗങ്ങൾ. HIV പോലുള്ള വൈറസുകളുടെ ആവിർഭാവം കുരങ്ങുകളിൽ ആയിരുന്നെങ്കിലും അത് പിന്നീട് മനുഷ്യരിൽ മാത്രം കാണപ്പെടുന്ന വകഭേദമായി മാറി. എബോള, സാൽമോണലോസിസ് പോലുള്ള മൃഗജന്യ അണുക്കൾ ഇപ്പോഴും ലോകത്തിന്റെ പലയിടങ്ങളിലും രോഗപടർച്ചയുണ്ടാക്കുന്നു. അണുക്കൾ അധികമായി മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പടരാനുള്ള ഒരു കാരണമായി വിദഗ്ധർ പറയുന്നത് വ്യാപകമായ വനനശീകരണവും മൃഗങ്ങളുടെ ആവാസ വ്യവസ്ഥകളിലേക്കുള്ള മനുഷ്യരുടെ കടന്നുകയറ്റവുമാണെന്നാണ്. കാലാവസ്ഥാ വ്യതിയാനം ആവാസ വ്യവസ്ഥകൾക്ക് ഏൽപ്പിക്കുന്ന ആഘാതവും ഇതുമൂലം സംഭവിക്കുന്ന മൃഗങ്ങളുടെ പലായനങ്ങളും രോഗപടർച്ചയ്ക്ക് കാരണമാകാം. അസ്വാഭാവികമായ കാലാവസ്ഥാ മാറ്റങ്ങൾ പക്ഷികളുടെ ദേശാന്തര ഗമനത്തെ തടസ്സപ്പെടുത്തിയത് 1918-ലെ ഇൻഫ്ലുവൻസ രോഗപടർച്ചയ്ക്ക് കാരണമായ ഉദാഹരണമായും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. നായകൾ വഴിയാണ് ഭൂരിഭാഗം ജന്തുജന്യ രോഗങ്ങളും പകരുന്നതെന്നും റിപ്പോർട്ടുണ്ട്. നായകളുമായുള്ള സമ്പർക്കം മൂലം കുട്ടികളിലും രോഗം പടരാനിടയാക്കിയിട്ടുണ്ട്. ഓമന മൃഗങ്ങളെ ചെള്ള്, പേൻ തുടങ്ങിയവയിൽ നിന്ന് മുക്തമാക്കാൻ പ്രധാനമായും ശ്രദ്ധിക്കണം. രോഗങ്ങൾ വരാതിരിക്കാൻ എല്ലാവരും കൈകൾ കഴുകുന്നതടക്കമുള്ള ശുചിത്വ നടപടികൾ പിന്തുടരേണ്ടതിന്റെ ആവശ്യകതയും ഡോക്ടർമാർ എടുത്തു പറയുന്നു. ഭക്ഷണ പദാർത്ഥങ്ങൾ അടച്ചുവെക്കുക, മൃഗങ്ങളുമായി ഒരേ പാത്രത്തിൽ നിന്ന് ഭക്ഷണം പങ്കുവെക്കാതിരിക്കുക, മൃഗങ്ങൾ അവയുടെ ഭക്ഷണം, കൂട് എന്നിവ ശുചിയാക്കുക എന്നിവയിൽ ജാഗ്രത പുലർത്തുകയും വേണം. പ്രതിരോധ സംവിധാനത്തെ ബലപ്പെടുത്താൻ ആരോഗ്യകരമായ ജീവിതശൈലി പിന്തുടരാൻ ശ്രദ്ധിക്കുക എന്നത് തന്നെയാണ് പരമപ്രധാനം.